ഇതുവരെ ഉടുപ്പിയിലെത്തിയില്ല. ऑटोग्राफी इंडिया का नंबर 1. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഉടുപ്പി ജില്ലയിലെ മാൽപ്പേ ബീച്ചിലേക്കാണ്. ഓക്കെ, മാൽപ്പേ ബീച്ച് എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പിയിൽ ഏകദേശം ഒന്നിലധികം ഐക്കോണിക് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ബീച്ചുണ്ട്. അപ്പോൾ അതിലേതായാലും മാൽപ്പേ ബീച്ചിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം 1:45 2 കിലോമീറ്റർ നടന്നു, കാഞ്ഞങ്ങാട് എത്തി, ടിക്കറ്റ് എടുത്തു. അപ്പോൾ ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉടുപ്പിയിൽ എത്തേണ്ടത്, അതേപോലെ തന്നെ ഉടുപ്പിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും. തിരിച്ചൊരു 3:30 ആകുമ്പം കാഞ്ഞങ്ങാട് എത്തണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നത്. ജസ്റ്റ് മാൽപ്പേ ബീച്ച് എൻ്റർ ചെയ്യുന്നു, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കാണുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയോ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അതിന് ചെറിയൊരു വിഷ്വൽ ആഡ് ചെയ്യുക. നല്ല തണുപ്പും നല്ല ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ നിന്ന് ട്രെയിൻ എടുത്തു. എന്തായാലും നമുക്ക് ഉടുപ്പിയിലെത്തിയിട്ട് കാണാം. കഴിഞ്ഞത് സൂറാത്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അടുത്ത നമ്മളുടെ ഉടുപ്പിയാണ്. ഏകദേശം 1 മണിക്കൂർ ലേറ്റായി ട്രെയിൻ. കാരണം കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രാക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ലേറ്റ് എടുക്കുന്നുണ്ട്. ഒരു ട്രെയിൻ പാസ്സായി കഴിഞ്ഞാൽ ഈ ട്രെയിനിന് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ ലേറ്റാണ്. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടി പോകുന്ന ഫീൽ എന്ന് പറയുമ്പോൾ വേറെ തന്നെയാണ്. ടണൽ വ്യൂ, അതുപോലെ തന്നെ വേറെ തന്നെ ഫീലാണ് ഈ ഒരു കൊങ്കൺ റെയിൽവേ ആ ഒരു റൂട്ടിലേക്ക് കൂടി പോകുമ്പോൾ. മെയിൻ വരുന്നത് കർണാടക, മഹാരാഷ്ട്ര, ഗോവ ആ ഒരു റൂട്ടിലൊക്കെയാണ് ഈ ഒരു കൊങ്കൺ റെയിൽവേ. ഇപ്പോൾ 700 സംതിങ് കിലോമീറ്ററിൻ്റെ ഈ ഒരു കൊങ്കൺ റെയിൽവേ കണക്ട് ആകുന്ന പ്ലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യൂ ഒരു വേറെ തന്നെയാണ്. കുറേ ടണലുണ്ട്. ഇപ്പോൾ വന്നത് തന്നെ ഏകദേശം 2 ടണൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് കുറേ ടണലുണ്ടാവും. അതായത് നമ്മൾ പോകുന്ന സ്റ്റോപ്പിലേക്കല്ല, ഗോവയിലേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല റൂട്ടാണ്. നല്ല സ്റ്റണ്ണിങ് വ്യൂസൊക്കെ ആയിട്ടുള്ള റൂട്ടാണ് ഈ ഒരു കൊങ്കൺ റെയിൽവേ. അതാണ് കൊങ്കൺ റെയിൽവേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളി റൂട്ടാണ്. അപ്പോൾ നമ്മളടുത്ത ഉടുപ്പിയാണ്. ട്രെയിന് മൂവിങ് ആണ്. അപ്പോൾ ഫ്രണ്ട് കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവിടെ എത്താൻ പറയണം. ഇതുവരെ ഉടുപ്പിയിലെത്തിയിട്ടില്ല. ട്രെയിന് 1 മണിക്കൂർ ലേറ്റായി. ഇപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടില്ല. ഒരു ട്രെയിന് പോയി. ഇനി രണ്ടാമത്തെ ട്രെയിൻ എനിക്ക് തോന്നുന്നത് ഉടുപ്പി സ്റ്റേഷനിൽ ഏതോ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ആ ട്രെയിന് ഇതിലേക്ക് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ ട്രെയിൻ എടുക്കും. അപ്പോൾ 1 മണിക്കൂർ ഏകദേശം ലേറ്റായി. അപ്പോൾ ഇതാണ് ഈ കൊങ്കൺ റെയിൽവേൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. ഒരു വിധത്തിൽ ഉടുപ്പി എത്തി. എന്താ ട്രെയിന് 1.5-2 മണിക്കൂറിനടുത്ത് ലേറ്റായി. ഇവിടെ പൊളിച്ചക്ക് 5:50 എത്തുന്ന ട്രെയിന് എത്തിയത് 7:45 7:00 എത്തി. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കൊങ്കൺ റെയിൽവേ റൂട്ടിലേക്ക് കൂടി. അതേതായാലും പൊളിച്ച് 2 മണിക്കൂറിനടുത്ത് പോസ്റ്റാക്കി തന്നതിന് പെട്ടെന്ന് എല്ലാ പരിപാടിയും തീർത്ത് നമ്മളിപ്പോൾ അവിടെയാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം എത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും. ഉടുപ്പി ടൗണിൽ പോയിട്ട് അവിടുന്ന് മാൽപ്പേ ബസ് കയറണം. അതാണ് പ്ലാൻ. ഓക്കെ, മാൽപ്പേ ബീച്ച്. നമ്മളിപ്പോൾ ഏകദേശം മാൽപ്പേ ബീച്ചിൻ്റെ അടുത്തെത്തി. ഓക്കെ, ഇത് കയറി കഴിഞ്ഞാലാണ് മാൽപ്പേ ബീച്ച് വരുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാട് കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ബ്രെഡ് ഓംപ്ലേറ്റും ഒരു ബന്നും കഴിച്ചിട്ട് അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് നടന്നാൽ ഒരു മെയിൻ റോഡ് കിട്ടും. അവിടുന്ന് ഉടുപ്പിയിലേക്ക് ബസ് കയറി, ഉടുപ്പി മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. എന്നിട്ട് അതിനുശേഷം അവിടെ എത്തിയിട്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളുടെ മാൽപ്പേ ബീച്ചിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. ചില ബസ് ഫുള്ള് വരും, ചില ബസ് നമുക്ക് അവിടെ ഇറക്കി വിടും. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 800 മീറ്ററിൻ്റെ അടുത്ത് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 800 മീറ്റർ നടന്ന് നമ്മൾ ബീച്ചിൻ്റെ എൻട്രൻസിലെത്തി.
അപ്പോൾ അങ്ങോട്ട് കയറാണ്. ഈ വരുന്ന വഴിക്കൊക്കെ ടാറ്റു ഷോപ്പൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ, ടാറ്റു ഷോപ്പ്, ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ അവിടെ നിന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിന്. നമ്മളത്തെ ബീച്ചിലേക്ക് കയറുവാണ്. കാണാൻ പറ്റും വെൽക്കം ടു മാൽപ്പേ ബീച്ച് ഓഷൻ അഡ്വഞ്ചർ സെൻറ്റ് മേരീസ് ഐലാൻഡ്. നമുക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ. ഇവിടെ ബീച്ചിലേക്ക് കയറാൻ വലിയ പൈസയൊന്നും വേണ്ട. കുറേ ടാറ്റു ഷോപ്പുണ്ട് ഇവിടെ. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ലഗേജ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലുണ്ട് ആണെങ്കിൽ ചൂടും ഉണ്ടാണെങ്കിൽ ഇപ്പം തിരിയില്ല. നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കൈയൊക്കെ മൊത്തം ടാൻ അടിച്ച് പണിയായിട്ടുണ്ടാവും. ചെരുപ്പിട്ട് തന്നെ ഇവിടെ കൂടി നടക്കാൻ പണിയാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ എന്തായാലും 8-ൻ്റെ പണി കിട്ടും. ഇതിൻ്റെ എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. നിങ്ങൾക്ക് സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് പോകുന്നത് 20 മിനിറ്റ് അങ്ങോട്ട് ജേണി, പിന്നെ 1 മണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 20 മിനിറ്റ് ഇങ്ങോട്ടും റിട്ടേൺ ജേണി ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 400 റുപ്യയാണ് വരുന്നത് പെർ പേഴ്സൺ. കുട്ടികളെന്ന് പറയുമ്പം ചിൽഡ്രൻ 5 വയസ്സിൽ താഴെയാണെങ്കിൽ ടിക്കറ്റ് ആവശ്യമില്ല. റൈഡിങ് ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട്. ജെറ്റ് സ്കി റൈഡ് വരുന്നുണ്ട് 600, ബോട്ട് റൗണ്ടിങ് 200, ബനാന റൈഡ് 400, ബമ്പി റൈഡ് 400, പാരാസൈലിംഗ് 1000 വരുന്നുണ്ട്, ബലൂൺ റൈഡ് 200 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പോകേണ്ടത് അതിൻ്റേതായ ഓരോ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ബനാന ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അതേപോലെ തന്നെ സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് പോകേണ്ട ബോട്ട് അവിടെയുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ കൂടാതെ ഒട്ടകത്തിൻ്റെ റൈഡും കൂടി അവിടെയുണ്ട്. ഓക്കെ, സ്കൂബ ഡൈവിങ്ങിൻ്റെ ജസ്റ്റ് ഈ ഒരു കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് മോർണിംഗിൻ്റെ ഉള്ളിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റഷാണ്. തന്നെ ലീവിലെ സമയത്ത് എങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ഉണ്ടാവും. നിങ്ങളെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എന്താ, ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആൾക്കാർക്ക് ഓടാൻ പറ്റും. ഭയ്യ റേറ്റ് പെർ പേഴ്സൺ 200. അവിടെയാണെന്ന് തോന്നുന്നു നമ്മളുടെ ഈ ഒരു സെൻറ്റ് മേരീസ് ഐലാൻഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെൻറ്റ് മേരീസ് ഐലാൻഡിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് നിന്നാൽ മതി. ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കൂട്ടിയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഒട്ടകത്ത് കയറാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഒട്ടകത്ത് കയറണം. ഈ നമ്പറിൽ ജസ്റ്റ് വിളിച്ച് നോക്കാം ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വേണ്ടിക്കൽ വരാം. അല്ലാണ്ട് വെറുതെ വന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർണാടകയിലെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഒരു സ്ഥലത്താണ് വന്നത്. ആണെങ്കിൽ അത് എന്തോ കാരണം കൊണ്ട് അത് ഫുള്ള് പോയിട്ടായില്ലത്. ഓക്കെ, അപ്പോൾ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് നമുക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കണ്ണൂർ, യുവർ പ്ലേസ് ഹുബ്ലി പെർ 200. ഓക്കെ, ഓപ്പണിംഗ് ടൈം 8, ക്ലോസിംഗ് ടൈം 7 o'clock ക്ലോസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡൂമാൻ 400. ओके, स्मॉल चैनल ओपनिंग है ना? हाँ, ओपनिंग. ऐसा ही रहो, पढ़ते जाओ. थैंक यू. इंडिया का हाँ, नंबर 1. ओके ओके, थैंक यू. फॉरेन में जाओ ना, फॉरेन में जाके आना. हाँ, ओके. उधर ही एक्सप्लेन करना. सेंट मेरीज आइलैंड 9 बजे आया उधर. हाँ, ओके ओके. उधर टिकट लेना है. टिकट काउंटर है क्यू. ओके, 1 hour स्पेंडिंग टाइम. 1 hour. ओके ओके. पुनीत राजकुमार शूटिंग मूवीज, मूवी शूटिंग. हाँ, उधर हुआ है. विच मूवी? गंधदगुड़ी. हिंदी ना कन्नड़ मूवी शूटिंग लोकेशन. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ കന്നഡ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം പോകേണ്ട സമയമായി. നമുക്ക് അറിയാലോ, ഒരു 3:30 ആകുമ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് എത്തണം. ബസ്സിലാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഇനി പോകുന്നത് ഇവിടുന്ന് മാൽപ്പേ ബീച്ചിൽ നിന്ന് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോകുന്നത് മംഗലാപുരം സെൻട്രലിലേക്കാണ്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ പോകേണ്ട പ്ലാനാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയം നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളും. നമുക്ക് ഈ ഒട്ടകത്തിൽ കയറാൻ എത്ര റേറ്റും ചോദിച്ചു നോക്കാം. റേറ്റ് 100. കിത്തന റൗണ്ട്? 1 റൗണ്ട്. നമ്മൾ ഒട്ടകത്തിൽ കയറാൻ പോവുകയാണ്. ഇതാ, ഓക്കെ. നല്ല വെയിലുണ്ട് മുകളിൽ, അതാ പ്രശ്നം. അടിപൊളി കേട്ടോ. അല്ലെങ്കിൽ ഇരിക്കുമ്പം ആ ഒരു ബോഡി ബാലൻസ് ആയിട്ട് കറക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം ഒക്കെയാണ്. ഇതിലാണ് നമ്മൾ കയറിയത്. മോട്ടോർ റൈഡ് ഉണ്ട്. നമുക്ക് അതിനെത്ര റേറ്റും ചോദിച്ചു നോക്കാം. പെർ പേഴ്സൺ 200. 1 റൗണ്ട്
ഓക്കെ ഓക്കെ താങ്ക് യു. 2 man 400. ഓക്കെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ അപ്പോൾ നമ്മളിതാ ഇതിൽ കയറാമെന്നൊരു പ്ലാന്, ഇതിൽ കയറി നോക്കാം. ഓക്കെ Green button. Brake and green button. ഗ്രീൻ This one actually. നോ ബ്രേക്ക് ദിസ്. ഐ വിൽ ഗോ. Okay. ബൈ. Bye bye. അപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ ഓരോ പറഞ്ഞ് കൈ ഇളക്കിക്കോ, ഓക്കെ അങ്ങ് പോയിക്കോളുന്നു. വണ്ടി എത്ര ചെരിച്ചിട്ടും വണ്ടി ചെരിയുന്നില്ല. വണ്ടി ഒരു ഹാൻഡിൽ ഫുള്ള് ചെരിച്ച് വണ്ടി ഫുള്ള് ഡ്രിഫ്റ്റായി, എന്നിട്ടും വണ്ടി വീണിട്ടില്ല. അപ്പോൾ ഞാൻ വീണെന്ന് വിചാരിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒട്ടകത്തിലും കയറി, അതുപോലെ തന്നെ ആ ഒരു മോട്ടോ ബൈക്കും ട്രൈ ചെയ്തു. നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് കുടിക്കണം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ബസ് കിട്ടും. ബസ് കിട്ടിയിട്ട് നേരെ പോകേണ്ടത് ഉടുപ്പി ബസ് സ്റ്റാൻഡാണ്. ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് മംഗലാപുരം സെൻട്രലിലേക്ക് പോകണം. ഓക്കെ അതാണ് നല്ലത്. കാരണം ഈ ഒരു കൊങ്കൺ റെയിൽവേ സിസ്റ്റം ആയതുകൊണ്ട് നമ്മളെ ട്രെയിനിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മളിതാ ഈ ഒരു റൂട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും പേടിയ, ഡ്രസ്സിൻ്റെ പേടിയ, കൂൾ ഡ്രിങ്ക്സ്, ടാറ്റു അങ്ങനത്തെ ഒക്കെ പേടിയുണ്ട്. തൊപ്പി, സൺഗ്ലാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ലഗേജ് റൂമും അതേപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ നിങ്ങൾക്ക് ആ റൂട്ടിൽ പോയാൽ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങോട്ട് പാർക്കിംഗ് വരുന്നുണ്ട്. ജസ്റ്റ് നടക്കണ്ടിക്കില്ല, ഈ ഒരു ഇതിലേ കൂടി നടക്കാം. ഗാന്ധീൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നോർമൽ റേറ്റാണ്. ഓക്കെ കൂടുതൽ റേറ്റൊന്നും തോന്നുന്നില്ല, കാരണം അറക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കി കഴിക്കുക. അതില്ലാത്ത ഫുഡൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മളതുകൊണ്ട് ഇവിടെ നിന്നും കഴിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കുടിക്കുകയാണ്. ഓക്കെ അപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 30 റുപ്യാണ് വരുന്നത്. ട്രാവൽ വ്ളോഗ് വീഡിയോ ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മാൽപ്പേ ബീച്ചിലേക്ക് വരണമെന്ന് വിചാരിച്ചു, വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, പറ്റും 2-3 റൈഡിലൊക്കെ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഐഡിയ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും, എന്തൊക്കെ റൈഡ് ഉണ്ട്, എങ്ങനെയൊക്കെ വരണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ക്യാമറ ഇതാ. നിങ്ങൾക്ക് ജസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടുന്ന് ഓട്ടോ പിടിക്കാം. അപ്പോൾ ഇവിടെ കുറേ ഹോട്ടൽ, സീ ഫുഡൊക്കെ കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ പറ്റും. 800 മീറ്റർ നമുക്ക് പിന്നെ വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ഉടുപ്പി ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചാൽ മതി. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസും കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കുറേ ടെമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ കാപ്പ് ബീച്ച് എന്ന് മറ്റൊരു ബീച്ചുണ്ട്, ലൈറ്റ് ഹൗസ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് അറിയാൻ വന്നതാണ്. അത് നമ്മൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇവിടെ വരണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരാം. ഇതേപോലത്തെ അടിപൊളി സ്പോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാൽപ്പേ ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ബൈക്കിനൊന്നും ഫീ ഇല്ല, ബൈക്കിനും ഇല്ല, ആൾക്കാർക്കും ഇല്ല. ബസ്സിന് 200, TT 100, കാറിന് 30. ഉടുപ്പി ബസ്. അപ്പോൾ ഉടുപ്പി ബസ് ഇങ്ങനെ വരുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ വെയിലടിച്ചിട്ട് കണ്ണെല്ലാം കറുപ്പായി പോവാം. നമ്മൾ ഉടുപ്പിയിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഇതാണ് ഉടുപ്പി ബസ് സ്റ്റാൻഡ്. അപ്പോൾ മംഗലാപുരം സെൻട്രലിലേക്ക് ഇതിൻ്റെ മുകളിൽ വേറെ ഏതോ ഒരു ബസ് സ്റ്റാൻഡും കൂടി ഉണ്ട്, ഉടുപ്പീൻ്റെ തന്നെ മുകളിൽ. അപ്പോൾ അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ട് നമുക്ക് നേരെ കാഞ്ഞങ്ങാട് വെച്ച് പിടിക്കണം. ഓക്കെ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.